ഞാന്, നീയ്, ജാസ്മിൻ, അബി, ശ്രീതു, നന്ദു, നമ്മളാണ് ടോപ്പ് 6. ജിൻഡോയും മോൺസ്റ്ററും എന്തായാലും 100 ദിവസം തികയ്ക്കാതെ ഔട്ടാവും. സായിയുടെ ടോപ്പ് 6 ആണ് കേട്ടോ ഞാനിപ്പോ പറഞ്ഞത്. എന്നുവെച്ചാൽ സായി ഫസ്റ്റ്, സിജോ സെക്കൻഡ്, ജാസ്മിൻ തേർഡ്, അഭിഷേക് ഫോർത്ത്, ശ്രീതു ഫിഫ്ത്ത്, അർജുൻ 6. ഇതാണ് നമ്മുടെ സായിയുടെ ടോപ്പ് 6. രാവിലെ പറഞ്ഞ കാര്യങ്ങളാണ്, പക്ഷെ ഇതിപ്പോ ഇവിടെ പറയാൻ കാരണം വേറൊരു 1-2 പോയിന്റുകൾ പറയാൻ വേണ്ടിയിട്ടാണ്. സിജോ എന്ന ഗെയിമർ, പുള്ളിയുടെ ഒരു പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഈ സീസൺ ടോപ്പ് 3 നിൽക്കാൻ പറ്റുന്ന ലെവല് ഗെയിമറാണ്. വാക്ചാതുര്യവും കഴിവും കൊണ്ട് മാത്രം അവിടെ പിടിച്ചു നിൽക്കുന്ന ഒരു അസാധ്യ ഗെയിമറാണ് സിജോ. സായിയുടെ കൂടെ കൂടിയത് കൊണ്ട് മാത്രം സിജോയ്ക്ക് കിട്ടുന്ന അനാവശ്യ നെഗറ്റീവിനെ പറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. സിജോ നല്ല കിടിലനായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്, പക്ഷെ സായിയുടെ കൂടെ ഇരുന്ന് ഈ ടൈപ്പ് ചർച്ചകൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ പ്ലാനിങ് നടത്തുമ്പോൾ, അനാവശ്യ പ്ലാനിങ് നടത്തുമ്പോൾ സിജോയ്ക്കും കൂടിയാണ് നെഗറ്റീവ് വരുന്നത്. സിജോ എന്ന ഗെയിമർക്ക് എല്ലായ്പ്പോഴും തെറ്റിയത് പുള്ളിയുടെ ഫ്രണ്ട്ഷിപ്പിൽ തന്നെയാണ്. എതിരാളികളെ പിടിച്ച് ബെസ്റ്റ് ഫ്രണ്ട് ആക്കി കളയും. അതിന്റെ കോൺസിക്വൻസ് ആണ് സിജോ അനുഭവിച്ചിട്ടുള്ളത് മൊത്തം ഈ സീസണിന്റെ തുടക്കം മുതൽ പരിശോധിച്ചു കഴിഞ്ഞാൽ. ഇപ്പൊ പോലും കുറച്ചു മുമ്പ് സായി സിജോയോട് പറയാണ്, അർജുനും ജിൻഡോയും ഒത്തുകളിയായിരുന്നു, ജിൻഡോയും ഋഷിയും അർജുനും അഭിഷേകും ഒക്കെ ഒരു ബെൽറ്റ് ആയിരുന്നു എന്ന്. പ്രേക്ഷകരെല്ലാം കാണുന്നുണ്ട് എന്ന് സായി മനസ്സിലാക്കുന്നില്ല. സായി അഭിഷേകിന്റെ കൂടെ ഒത്തു കളിച്ചതും പിന്നെ ടാസ്കിൽ ടോപ്പ് 3 വന്നതും, അഭിഷേക് സായിയെ തിരിഞ്ഞു നോക്കാതിരുന്നത്, ലാസ്റ്റ് റൗണ്ടിലെ തിരിഞ്ഞു നോക്കാതിരുന്നതും, അങ്ങനെ എല്ലാം പ്രേക്ഷകർ കണ്ടു. ഒത്തു കളിച്ചു എന്ന് എല്ലാവർക്കും മനസ്സിലായി. ജിൻഡോ മാത്രമല്ല, ഋഷി, ശ്രീതു, നന്ദന, ജാസ്മിൻ, നോറ, ഇവരെ എല്ലാരെയും സായി എന്ന ശകുനി ഒതുക്കിയതാണ് ഈ ഒരു ടാസ്കില്. ഇനി സായിയുടെ ഗെയിമിലേക്ക് വരികയാണെങ്കിൽ സായി മറ്റേ ദ്വന്ദ്വ വ്യക്തിത്വമാണ്, ഡ്യുവൽ പേഴ്സണാലിറ്റി. ഒരു സൈഡ് നമ്മൾ രാവിലെ കണ്ടു സൈക്കോ ആയിട്ടുള്ള സായി, അതാണ് സീക്രട്ട് ഏജന്റ്. അടുത്തത് ഹാപ്പി സോള്. ഇത് രണ്ടും അല്ലാത്ത വേറെ ഒരുപാട് പേഴ്സണാലിറ്റീസ് ഉണ്ട് അയാൾക്ക്. അതിനെക്കുറിച്ചൊന്നും നമുക്ക് അറിയത്തില്ല. എന്തായാലും സിജോയുടെ കാര്യം പോക്കാണ്. ഗെയിം കളിച്ചിട്ടും സിജോ ടോപ്പ് 3 വരാതിരുന്നാൽ അത് സായി കൃഷ്ണൻ കാരണമാണ് എന്ന് തന്നെ നമ്മൾ പറയും.